പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നതിനായി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ. ഉടൻ തന്നെ ആ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകും. ഏകദേശം 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട 2 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഒന്നാമതായി ഒഡീഷ എഫ്സിയുടെ മുഖ്യ പരിശീലകനായ സെർജിയോ ലൊബേറയുടെയും അതുപോലെ തന്നെ രണ്ടാമതായി ഉയർന്നു കേൾക്കുന്നത് നമ്മുടെ അന്റോണിയോ ലോപ്പസ് ഹൊബാസ് എന്ന് പറയുന്ന നമ്മുടെ മോഹൻ ബഗാന്റെ മുൻ പരിശീലകന്റെ പേരുമാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ഇതിൽ ഇന്ന് രാവിലെ മലയാള മനോരമ പത്രത്തിൽ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതിൽ അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയ കോച്ചിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. സെർജിയോ ലൊബേറയ്ക്ക് കൂടുതൽ സാധ്യതകൾ നിലവിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും കൂടാതെ അന്റോണിയോ ലോപ്പസ് ഹൊബാസിനെയും ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നുണ്ടെന്നും അവർ അതിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സെർജിയോ ലൊബേറയ്ക്കാണ് നിലവിൽ കൂടുതൽ സാധ്യതകൾ ഉള്ളതെന്നാണ് ഇപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് എത്രമാത്രം നടക്കുമെന്നൊന്നും അറിയില്ല. കാരണം സെർജിയോ ലൊബേറ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അതായത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അത് അദ്ദേഹം ഏത് ക്ലബിൽ പോയാലും അവിടെയെല്ലാം ആ പ്ലേയേഴ്സിനെ കൊണ്ട് മാത്രമേ അദ്ദേഹം പോവുകയുള്ളൂ. അത് നമുക്ക് ഉറപ്പാണ്. FC ഗോവ, മുംബൈ സിറ്റിയൊക്കെ അദ്ദേഹം പരിശീലിപ്പിച്ചപ്പോൾ അദ്ദേഹം ആ പ്ലേയേഴ്സിനെ കൊണ്ടാണ് പോയത്. കൂടാതെ ഇപ്പോൾ ഒഡീഷ എഫ്സിയിൽ പോയപ്പോഴും ആ പ്ലേയേഴ്സിനെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒഡീഷയിലേക്കും പോയത്. എടുത്തു പറയേണ്ടത് അമരേന്ദർ സിംഗ്, അതുപോലെ തന്നെ അഹമ്മദ് ജാഹു, അതുപോലെ തന്നെ ഹ്യൂഗോ ബോമസ്, മൊർത്തോദ ഫോൾ എന്നീ താരങ്ങളെ കൊണ്ടാണ് അദ്ദേഹം ഏത് ക്ലബിൽ പോയാലും അദ്ദേഹം പോവാറുള്ളത്. അത് തന്നെ ഇവിടെയും സംഭവിക്കും. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് അതിനുള്ള പണമുണ്ടോ? ഇത്രയും താരങ്ങളെയും അതുപോലെ തന്നെ സെർജിയോ ലൊബേറയും കൊണ്ടുവരാനുള്ള പണം ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലുണ്ടോ? അതുകൊണ്ട് തന്നെ സെർജിയോ ലൊബേറ എത്തുമോ എന്നതിൽ നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഹബാസിൻ്റെ കാര്യമായിരുന്നെങ്കിൽ നമുക്കവിടെ 100% കൺഫേം ചെയ്യാമായിരുന്നു. എന്തായാലും ഇപ്പോൾ സെർജിയോ ലൊബേറ വരും എന്നുള്ള ഇപ്പോഴത്തെ വാർത്തകൾക്ക് നമുക്ക് ഒത്തിരി വിശ്വസിക്കാൻ പാടായതുകൊണ്ട് എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഇത്തരം താരങ്ങളെ വാങ്ങിക്കാനുള്ള പൈസയൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലുണ്ടോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്. ഇതിൽ മലയാള മനോരമ ഇതിൽ ഹബാസിനെയും ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഹബാസ് വരാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. 19 സ്റ്റോപ്പേജ് ഹബാസ് വരുമെന്നാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹബാസിനോട് കൂടുതൽ സാധ്യതകൾ തന്നെ നൽകേണ്ടതുണ്ട്. സെർജിയോ ലൊബേറ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ 3-4 പ്ലേയേഴ്സിനെ കൊണ്ട് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക.